കഥ പറയുന്നത് എന്തിനാണ്? എഴുതിയാൽ പോരെ. കഥ എന്തിനാണ് ഇങ്ങനെ പറയുന്ന ഒരാൾ? കഥ എഴുതാനുള്ളതാണല്ലോ. ശ്രീശുകൻ എന്ന ഒരു കഥ പറച്ചിലുകാരൻ നേരിടുന്ന ഒരു ചോദ്യമാണ്. എല്ലാവർക്കും സ്വാഗതം. ഒരു കഥയുണ്ട്, എന്താ കഥ എന്ന് ശ്രീ കൽപ്പറ്റ നാരായണൻ മാഷ് എഴുതിയ കഥയാണ്. ഈ കഥ ഒരു കഥ പറച്ചിലുകാരൻ്റെ കഥയാണെന്നുള്ളതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ടിക്കറ്റ് വെച്ച് കഥ പറയുന്ന, കഥാകാലക്ഷേപം നമ്മൾ പറയുന്ന പോലെ കഥ കൊണ്ട് കാലക്ഷേപം നടത്തുന്ന ഒരു കഥ പറച്ചിലുകാരൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്ന എന്താ കഥ. അയാളുടെ പേര് വളരെ പ്രത്യേകതയുള്ളൊരു പേരാണ്, ശ്രീശുകൻ എന്നാണ് പേര്. അപ്പൊ ശ്രീശുകന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. കഥ പറയുന്ന എന്തിനാ? എഴുതിയാ പോരെ. ശ്രീശുകൻ വളരെ ശ്രദ്ധയോടുകൂടി പേനയെടുത്ത് ഈ ചോദ്യത്തിന് ഒരു മറുപടി എഴുതാൻ തുടങ്ങുകയാണ്. അതായത് കഥ എഴുത്തുകാർ വളരെ കുറച്ചേ ഉള്ളൂ, കഥ പറയുന്നവരാണ് കൂടുതലും. മനുഷ്യരായി പിറന്നവരെല്ലാവരും കഥ പറയുന്ന ആളുകളാണ്. തുലവും തുച്ഛമായിട്ടുള്ള മനുഷ്യർ മാത്രമാണ് കഥകൾ എഴുതുന്നത്. നമ്മൾ എന്ത് സംഭവത്തെയും വീട്ടിൽ വന്ന് പറയുന്നത് അതൊരു കഥയായിട്ടാണ്. നമ്മുടെ ഭാവനയും കൂടി അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഈ കഥയിലെ ശ്രീശുകന്റെ മറുപടിയിൽ പറയുന്നത്. അതെങ്ങനെയാ? ഒരു സംഭവം തന്നെ, സ്കൂളിൽ നടന്ന ഒരു സംഭവം തന്നെ രണ്ട് കുട്ടികൾ വന്ന് പറയുമ്പോൾ അത് രണ്ട് കഥയായിട്ട് മാറുന്നു. അതിൽ നമ്മുടെ ഭാവന അറിയാതെ കലരുന്നു, അല്ലെങ്കിൽ നമ്മൾ കലർത്തുന്നു. ഭാവന കലർത്തിയല്ലാതെ ഒരു കഥയും നമുക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് ശ്രീശുകൻ പറയുന്നത് ഇങ്ങനെയാണ്: കഥ പറയേണ്ടതാണ്, എഴുതേണ്ടതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ കഥ പറയാനുള്ളതാണ്. ഇനിയോ, കഥ എങ്ങനെയാണ് കേൾക്കുന്ന ആളുടെ ഉള്ളിൽ സംവദിക്കുന്നത്? ഞാൻ കഥ പറയുന്നത് എന്നെ ആസകലം ഉപയോഗിച്ചുകൊണ്ടാണ്. കഥ പറയുമ്പോൾ എൻ്റെ കവിളുകൾ, എൻ്റെ പുരികങ്ങൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ കൈകൾ, എൻ്റെ ചലനങ്ങൾ, ഇനി ശബ്ദം താഴ്ത്തി പറയേണ്ടുന്ന ചില രംഗങ്ങളിൽ ശബ്ദം താഴ്ത്തി, ശബ്ദം ഉയർത്തി പറയേണ്ടുന്നിടത്ത് ശബ്ദം ഉയർത്തി, അങ്ങനെയാണ് കഥ സംഭവിക്കുന്നത്. തീർന്നില്ല, കേൾക്കാനിരിക്കുന്ന ആളുകൾ കൂടി ഈ കഥയ്ക്ക് വലിയൊരു ഭാഗമായി മാറുന്നുണ്ട് കഥ പറയുമ്പോൾ, അല്ലേ? കഥ പറയുന്ന ആളുകൾ കൂടുമ്പോൾ കഥ പറയുന്ന ആൾക്ക് കൂടുതൽ വാതായനങ്ങൾ തുറന്നു കിട്ടുകയാണ്. അത് ആ കഥയിൽ നിന്ന് വീണ്ടും വീണ്ടും മുള പൊട്ടി പുതിയ പുതിയ കഥകളായിട്ട് വിരിയാണ്. ഇതാണ് ശ്രീശുകന്റെ മറുപടി. തക്കിട എന്നൊരു ഗ്രാമം. തക്കിട എന്ന ഗ്രാമത്തില് ശ്രീശുകൻ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയിരിക്കുകയാണ്. ശ്രീശുകൻ വന്ന കാര്യം അവിടെ അടുത്തുള്ള കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ശ്രീശുകന്റെ വീട്ടിലേക്ക്, ഈ മറുപടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീശുകന്റെ വീട്ടിലേക്ക് കുറച്ച് മാറി ദൂരെ താമസിക്കുന്ന വൈശാഖ് വന്ന് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് ഈ ശ്രീശുകന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ ശ്രീശുകൻ ചോദിച്ചു, ആരാണ്? എൻ്റെ പേര് വൈശാഖ് എന്നാണ്. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഒരു 6 വീടുകൾ അപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. ശ്രീശുകൻ, വരൂ, ഇരിക്കൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്കൊരു മകനുണ്ട്, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. അവൻ ഒന്നിലും ഒരു താല്പര്യവുമില്ല, ഒന്നിലും ഒരു താല്പര്യവും. അവൻ പഠിക്കില്ല, പറയുന്നതനുസരിക്കില്ല. അവന് വീട്ടിൽ ചെയ്യേണ്ടുന്ന, സ്വന്തമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും അവൻ സ്വന്തമായി ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കുട്ടി. അവന്റെ ടീച്ചർ, ക്ലാസ് ടീച്ചർ വഴിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഏത്? ഇവനെ സൃഷ്ടിക്കേണ്ടുന്നതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു ടീച്ചർ ചോദിക്കുക ഒരു കുട്ടിയെ കുറിച്ച്. അങ്ങനത്തെ ഒരുത്തൻ ക്ലാസ്സിൽ അവൻ ഇരിക്കണത് കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും പോലും. അത് അയാൾക്കും വൈശാഖനും തോന്നി തുടങ്ങിയ സമയത്താണ് എന്തായാലും അവസാന കൈക്ക് ഒരു പ്രയോഗം ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി ശ്രീശുകന്റെ അടുത്ത് വരുന്നത്. അപ്പൊ ശ്രീശുകൻ ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങളിങ്ങനെ കഥ പറയുന്ന ആളാണല്ലോ, ഞാൻ ഈ പഞ്ചതന്ത്രം കഥകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മണ്ടനായ ഒരു രാജകുമാരനെ വിഷ്ണു ശർമ്മ കഥ പറഞ്ഞ് ഉയർത്തുന്ന കഥ. അപ്പൊ അങ്ങനെ കഥ പറഞ്ഞു നോക്കാം, ഇവന് ഈ കഥ കേട്ട് ചിലപ്പോൾ ഇവനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ, അതുകൊണ്ട് അങ്ങ് ഇവനോട് കഥകൾ പറഞ്ഞു കൊടുക്കണം, സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അപ്പൊ ശ്രീശുകന് അത് രസകരമായിട്ട് തോന്നി. പറഞ്ഞു, സമയം നമുക്ക് ഉണ്ടാക്കാം,
അല്ലേ? അവനിലൊരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഞാൻ സമയമുണ്ടാക്കാം, കഥ പറയാം. കഥ കേൾക്കാൻ താല്പര്യമുള്ളവനാണെങ്കിൽ ഞാൻ കഥ പറയും. ഇനി അഥവാ അവനിഷ്ടം, കുഴപ്പമില്ല, സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുവരാം. ആയിക്കോട്ടെ. എന്തായാലും ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന കിങ്ങിണി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവളാണെങ്കിൽ ഞാൻ വന്ന അന്ന് മുതൽ കഥ പറഞ്ഞതാന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ കൂടിയിരിക്കുക. അപ്പം അവളോട് മാത്രമായിട്ട് കഥ പറയണ്ടല്ലോ, 2 മക്കളും വന്നിരുന്നോട്ടെ, ഞാൻ അവരോട് 2 പേരോടുമായി കഥകൾ പറയാം എന്ന് ശ്രീശുകൻ പറയും. കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ശ്രീശുകൻ വീണ്ടും ഇങ്ങനെ തിരുത്തി പറയും. താല്പര്യമില്ലാത്തവരിൽ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതൊരു ചലഞ്ചാണല്ലോ. കഥ പറഞ്ഞ് അവനിലൊരു താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ തൊഴില്. അപ്പൊ ഞാനത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കളിക്കുമ്പോൾ 2 പേരും ജയിക്കുന്ന ഒരു കളിയായി മാറും അതപ്പോൾ. കഥ പറയുന്ന ആളും ജയിക്കുന്നു, കഥ കേൾക്കുന്ന ആളും ജയിക്കുന്നു. അങ്ങനത്തെ അധികം കളികളില്ല, എതിരാളിയെ കൂടി ജയിപ്പിക്കുന്ന ഒരു കളി. അങ്ങനെ ആ കളിക്ക് ശ്രീശുകൻ ഒരുങ്ങുന്നു. ഇതാണ് എന്താ കഥ എന്ന ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം. പ്രിയമുള്ളവരെ, എല്ലാവരും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കഥയുണ്ട്. ശ്രീ കൽപ്പറ്റ നാരായണൻ മാഷ് എഴുതിയ എന്താ കഥ, രസകരമായൊരു ടൈറ്റിലാണത്. ഈ പുസ്തകം മാഷിന്റെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടേണ്ടുന്ന കഥ എന്ന് മാത്രം അതിനെ നമ്മൾ കാണരുത്. കാര്യം നമ്മളിൽ എല്ലാവരിലും എപ്പോഴോ എവിടെയോ വെച്ച് കൈവിട്ടിട്ട് ഒരു ഇരുണ്ടടഞ്ഞ മുറിയിൽ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ. ആ കുട്ടിയെ ഇടയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്യണം. ആ കുട്ടിക്ക് സുഖമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഞാൻ മുമ്പ് പാടുമായിരുന്നു, ഞാൻ കുറച്ചൊക്കെ എഴുതുമായിരുന്നു കേട്ടോ, ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. ഇപ്പൊ നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിലിരുന്ന ആ കുട്ടിയാണ് ചെയ്തിരുന്നത്. അവൻ അവിടെ അല്ലെങ്കിൽ അവൾ അവിടെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നതും കാത്ത് പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയുള്ള കഥ കൂടിയാണിത് എന്ന് മാത്രമാണ് എനിക്ക് എന്താ കഥ എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ ഈ കഥ ഒറ്റയ്ക്ക് പറയുന്നില്ല. നമുക്ക് അത്യധികം സ്നേഹത്തോടെ, ആഹ്ലാദത്തോടെ, ബഹുമാനത്തോടെ ഈ കഥയുടെ എഴുത്താളിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ കൽപ്പറ്റ മാഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാഷ നമസ്കാരം. ശ്രീശുകൻ കഥ പറയാൻ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് മാഷിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, മാഷ് ആദ്യമായിട്ട് എഴുതുന്ന ബാലസാഹിത്യ കൃതിയാണ്. ഈ മുതിർന്ന മനുഷ്യരോട് ഇനി കഥ പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള തോന്നലാണോ മാഷ് കുട്ടികളോട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതാം എന്ന് തോന്നിയത്? അതിന് ഈ പുസ്തകത്തിന്റെ ഒരു തലയിലെഴുത്തുണ്ട്. അത് ഇങ്ങനെയാണ്: എനിവൺ ഹു റൈറ്റ്സ് ഡൗൺ ടു ചിൽഡ്രൻ is simply wasting his time. You have to write up, not down. അതുകൊണ്ട് ഇതുവരെ എഴുതിയ പുസ്തകങ്ങളെക്കാൾ, ഞാൻ എഴുതിയ നോവലുകളേക്കാൾ മുതിർന്ന ഒരാൾക്ക് ഇഷ്ടമാവുകയും കുട്ടികൾക്ക് വിരോധമാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൃതി എഴുതുക എന്നുള്ളതായിരുന്നു. കേവലം ഒരു ബാലസാഹിത്യം എഴുതുക എന്നുള്ളതായിരുന്നു. മാർട്ടിൻ ബെബർ പറയുന്നുണ്ട്, 3 തരത്തിലാണ് സംഭാഷണം. ഒന്ന് ഐ ഇറ്റാണ്. പൊതുവേ നമ്മുടെ ബാലസാഹിത്യ കൃതികളൊക്കെ ഐ ഇറ്റാണ്. ഞാൻ വലിയ ആള്, കുട്ടി ചെറുത്. ആ ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുങ്ങി എൻ്റെ തൂവലുകളൊക്കെ അഴിച്ചു വെച്ച് അവനോട് പറയും. അങ്ങനെ എൻ്റെ ദുർബലമായ ഒരു രചനാരീതി, വലിയ നോവലൊക്കെ വേറെ എഴുതുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ബാലസാഹിത്യം എഴുതുമ്പോൾ ഇങ്ങനെ ഞാൻ ദുർബലമായ ഒരു വേഷം കെട്ട് അവന് പറ്റിയത് എന്ന്. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഐ ഇറ്റ്. രണ്ടാമത്തത് ഐ യു, തുല്യ നിലയിൽ കണ്ടുകൊണ്ടുള്ള രചന. മൂന്നാമത്തേത് ഐ ദൗ എന്ന് പറയുന്നു. ഇപ്പോൾ ലിറ്റിൽ പ്രിൻസോ, പിന്നെ അത്ഭുത ലോകത്തിലെ ആലീസോ ഒക്കെ വാസ്തവത്തിൽ ഐ ദൗ എന്നാണ്. ലിറ്റിൽ പ്രിൻസൊക്കെ വായിക്കുമ്പോൾ അത് ഏത് മികച്ച കൃതി വായിക്കുന്ന അതേ അനുഭവവും നമുക്കും തരും. അപ്പോൾ ആലീസ് ഇങ്ങനെ പിന്നെ ഒരു മുറിയിൽ കടന്നിട്ട് ഒരു കുപ്പി കാണുന്നു, അതിൻ്റെ മുകളിൽ ഡ്രിങ്ക് മീ എന്ന് എഴുതിയിരിക്കുന്നു. അവളത് കുടിക്കുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോൾ പൊക്കം വെക്കണം. ഭയങ്കര ഉയരത്തിലെത്തിയിട്ട് അവള്
ഉയർന്നു പോകുന്നു. കാല് വളരെ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. അവൾക്ക് നോക്കാൻ അയ്യോ കാണാൻ പറ്റില്ല. അപ്പോൾ അതിലേ പോകുന്ന പക്ഷികളോട് അവൾ പറയുന്നുണ്ട്, എൻ്റെ കാലിനോട് അന്വേഷണം പറയണം. ഇങ്ങനെ അതെ അതെ ഇങ്ങനെ ഓരോ വരിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതം ആണ് പറയുന്ന ഒന്നാണ്. ഈ എന്താ കഥ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുക? ഒരത്ഭുതം കണ്ട എന്താ കഥ, അതാണ് ഇതിന്റെ ശീർഷകത്തിന്റെ. അതെ, ഇതിന്റെ ശീർഷകത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആശ്ചര്യ ചിഹ്നങ്ങൾ ആണ്. എല്ലാ അക്ഷരങ്ങളിലും ഓരോ ആശ്ചര്യ ചിഹ്നങ്ങളാണ് മാഷ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷെ ആശ്ചര്യമാണ് ഈ പുസ്തകം, ഒരു അത്ഭുതമാണ് ശരിക്കും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കഥ പറച്ചിലുകാരനെ നമുക്ക് എടുക്കാം. ശ്രീശുകൻ. എന്തിനാണ് അങ്ങനെ ഒരു ശ്രീശുകൻ കഥ പറയുന്ന ആള് വന്നത്? വേദവ്യാസന്റെ മകനാണ് ശ്രീശുകൻ. ഒരു ദിവസം സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റിൻ പക്കത്ത് കൂടി നടന്നു പോവുകയായിരുന്ന വേദവ്യാസനെ കണ്ടപ്പോൾ അവർ വേഗം മാറിമറിച്ചു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് മകൻ വരുന്നു, അവനെ കണ്ടപ്പോൾ അവർ മാറിമറിച്ചൊന്നുമില്ല. അപ്പം അതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്വഭാവം, വേദവ്യാസൻ എത്താൻ കഴിയാത്ത ഒരു ഉയരത്തിലെത്തിയ ഒരാൾ, അയാളാണ് ഈ കഥ പറയുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ മാഷ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. മാഷിൻ്റെ ചെറുമോൻ നിറയെ കളിപ്പാട്ടങ്ങൾക്ക് നടുവിലിരുന്ന് പറയുന്നൊരു വാചകമാണ്, അമ്മ എനിക്ക് ബോറടിക്കുന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാചകമാണതല്ലേ. നിറയെ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിട്ടും കുട്ടികൾ അതിൻ്റെ നടുവിൽ അവർക്ക് ബോറടിക്കുന്നു, അവർക്ക് സ്വന്തമായി ചെയ്യാനൊന്നുമില്ല. മാഷെ ആ വരി, ഇപ്പം മാഷ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ വരി, ആ ഒരു തോന്നലിൽ നിന്നാണോ ഇങ്ങനെ കുട്ടികളെയും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാഷക്ക് ഇത് തോന്നിയത്? അല്ല, അയാൾ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ്. ജനിച്ച അപ്പം മുതലേ എനിക്ക് വലിയ അത്ഭുതമായിട്ടുള്ള ഒരാളാണ്. അയാളെ എടുക്കാൻ ഞാൻ പേടിച്ചു. എന്താ കാരണമെന്ന് പറഞ്ഞാൽ, കുഴപ്പം വന്നാൽ ഒരു കുട്ടിയെ ഇങ്ങനെ കയ്യിൽ വാങ്ങിയപ്പോൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അയാളിങ്ങനെ അമ്മാനാടിയിട്ട് ഈ കുട്ടി കയ്യിൽ നിന്ന് വീണ് മരിച്ചു. പിന്നീട് അയാൾക്ക് ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റിയിട്ടില്ല, സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരാൾ. അങ്ങനെ ഒരു ഭീതിതമായ ഓർമ്മ എൻ്റെ മനസ്സിൽ വന്നിട്ട് നേഴ്സ് വെറുതെ മടങ്ങിപ്പോവുക ചെയ്ത, ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ആ കുട്ടി അന്ന് തൊട്ട് എൻ്റെ ചങ്ങാതിയാണ്, വലിയ വിസ്മയക്കാരുണ്ടാക്കുന്ന ആളാണ്. അയാളാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ആ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ഓർക്കാം. ഞാൻ മാഷെ കഥ പറഞ്ഞു തുടങ്ങട്ടെ. എന്നാൽ ഇതില് ആ ഞായറാഴ്ച വന്നെത്തുകയാണ്. ശ്രീശുകൻ കഥ പറയണം. സിദ്ധാർത്ഥൻ ഒന്നിലും താല്പര്യമില്ലാത്ത ഒരാളാണ്. കിങ്ങിണി അങ്ങനെയല്ല. കിങ്ങിണിക്ക് കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇപ്പൊ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള കുട്ടികളാണ് മുമ്പിൽ വരുന്നത്. രണ്ടുപേരോടും കഥ പറയണം. അപ്പൊ ഏത് കഥ പറയും, എവിടെ നിന്ന് തുടങ്ങും? അതൊരു വലിയ ചോദ്യമായി ശ്രീശുകന്. പുലിയുടെ കഥ പറഞ്ഞാലോ? പുലിയുടെ കഥ കേൾക്കാമോ? പുലി പൂർണ്ണ ഗർഭിണിയായ ഒരു പുലി വിശന്ന് വലഞ്ഞ് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ വിശന്ന് വലഞ്ഞ് നടക്കുന്ന പുലി വിശപ്പ് ഇരട്ടിയാണ്. കാര്യം പൂർണ്ണ ഗർഭിണിയാ. ഇപ്പൊ പ്രസവിക്കാൻ ഒരു കുഞ്ഞുകൂടി ഉണ്ട് വയറ്റില്. അതിങ്ങനെ ഒരു പാറയുടെ പുറത്ത് നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട്, താഴെ പാറക്കൂട്ടത്തിൽ ഒരു വലിയ ആട്ടിൻപറ്റം നിൽക്കുന്നു. പുലിക്ക് വലിയ സന്തോഷമായി. പിന്നെ ഒന്നും ചിന്തിച്ച് രണ്ടാമതൊരു ആലോചനയില്ല. ആ പുലിയമ്മ പാറയിൽ നിന്ന് താഴത്തെ പാറയിലേക്ക് ഈ ആട്ടിൻകൂട്ടത്തിന്റെ മുകളിലേക്ക് ഒരൊറ്റ ചാട്ടമാണ്. ഈ ഗർഭിണികള് ഗർഭം ധരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഗർഭിണികളാണെന്നുള്ള കാര്യം മറന്നു പോകും പോലും. അതുകൊണ്ട് ആ പുലിയുടെ ചാട്ടം പിഴച്ചു. പുലി താഴെ തലയടിച്ച് വീണ് മരിച്ചു. മരിക്കുമ്പോൾ ഒരു സംഭവം കൂടി ഉണ്ടായി. അത് ഒരു പുലിക്കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. അപ്പം ആ കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം കാണുന്നത് ഈ ആട്ടിൻപറ്റത്തെയാണ്. ആട്ടിൻപറ്റവും അവനെ സ്വീകരിച്ച് അവരുടെ കൂടെ കൂട്ടി. ഈ പുലിക്കുട്ടി ആടുകളുടെ കൂടെ പുല്ല് തിന്ന് ഇല തിന്ന് ആറ്റിലെ വെള്ളം കുടിച്ചൊക്കെ അങ്ങനെ വളരുക. ഈ പുലിക്കുട്ടിക്ക് ഒരു സ്വാദും തോന്നുന്നില്ല. പക്ഷെ അതിന് സ്വാദ് എന്താണെന്ന് തിരിച്ചറിയാനായിട്ടില്ല. അത് തിരിച്ചറിയുന്നില്ല, സ്വാദ് എന്താണെന്ന് അറിയില്ല. വെള്ളമൊക്കെ കുടിച്ച് പുലി വളർന്നു വരുന്നു കൂട്ടത്തില്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ പുലി ആ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും വലിയ ആടിനേക്കാൾ വലുതായിട്ട് വളരുന്നു. അപ്പോഴും ഇവൻ ഈ പുല്ലൊക്കെ തിന്ന് കൂടെ നിൽക്കുക. പെട്ടെന്ന് ആ കൂട്ടത്തിലേക്ക്
ഒരു പുലി, മറ്റൊരു പുലി, വലിയൊരു പുലി ഇവരെ ആക്രമിക്കാനായിട്ട് അവിടെ വന്നു. അപ്പൊ ആട്ടിൻപറ്റമൊക്കെ ചെതറി ഓടി. ഈ പുലി ഓടാൻ മറന്നുപോയി, അവിടെ തന്നെ നിന്നു. അപ്പൊ മറ്റേ പുലി, നീ എന്താ ഇവിടെ ഈ ആട്ടിൻപറ്റത്തിന്റെ കൂട്ടത്തിൽ നീ എന്താ ഇവിടെ നിൽക്കണേ എന്ന് ചോദിച്ചു. അവർ അല്ല, ഞാൻ അവരുടെ കൂടെ ആണല്ലോ കഴിയുന്നത്. എടാ, നീ ശരിക്കും ആടല്ല, നീയൊരു പുലിയാണ്. നീയൊരു പുലിയാണെന്ന് നീ ആദ്യം തിരിച്ചറിയണം. ഇപ്പൊ പുലിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പുലിയാണെന്നോ? ആ കണ്ട, എന്നെ കണ്ട, നിന്നെ നോക്കിനി. എന്നിട്ട് ഇവർ രണ്ടൊരു മാറ്റിൻകരയിൽ പോയിട്ട് ഈ പ്രതിബിംബത്തെ നോക്കുന്നു. അപ്പോ മറ്റേ പുലിക്ക് മനസ്സിൽ ശരിയാണ് കേട്ടോ, ഞാൻ ആടല്ല, ഞാനൊരു പുലിയാണ്. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു ചെറിയ മുരൾച്ച വന്നു. ഞാനൊരു പുലിയാണെന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങി. എന്നിട്ടോ ഈ മുതിർന്ന പുലി അത് പിടിച്ച ഒരു മാനിന്റെ ഇറച്ചി ഇവന് ഭക്ഷിക്കാൻ കൊടുത്തു. അതും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ രുചിയിലേക്ക് പുലി തിരിച്ചെത്തി. അവൻ തിരിച്ചറിഞ്ഞു, ശരിയാണ്, ഞാൻ ശരിക്കും ഒരു പുലിയാണ്. എന്നിട്ട് ആ തിരിച്ചറിവിൽ അവൻ ഒരൊറ്റ ഗർജിക്കല. എങ്ങനെ പുലി ഗർജിക്കുന്നേ? എങ്ങനെ നമ്മൾ കാണിച്ചേ? അങ്ങനെ പുലി ഉറക്ക ഗർജിച്ചു. അവൻ തിരിച്ചറിഞ്ഞു. നമ്മള് മനുഷ്യർ പലപ്പോഴും ഇങ്ങനെയാണല്ലേ, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ ഒരുപാട് വൈകിപ്പോവും. അതിന് കാരണങ്ങൾ പലതായിരിക്കും. നമ്മളിങ്ങനെ ആടുകളായി ആട്ടിൻകൂട്ടത്തിൽ പെടാതെ പുലിയായി വളരണം, നിങ്ങളുടെ സ്വത്വബോധത്തോടു കൂടി വളരണം എന്നാണല്ലോ ആ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ തന്നെയാണോ ആ കഥ? അതെ, ഞാൻ ഈ കഥകളിലൊക്കെ വിസ്ഡം എന്താണെന്ന് അന്വേഷിക്കുകയായിരുന്നു ഈ പുസ്തകം. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറയുന്നുണ്ട്. സീത രാവണനോട് പറയുകയാണ്, അങ്ങ് പൂർണ്ണചന്ദ്രനാണ്, എൻ്റെ ഭർത്താവ് ദ്വിതീയ ചന്ദ്രനാണ്, എന്നെ ഉപേക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കും. എന്നെ കൊണ്ടാക്കിക്കൂടെ? അപ്പം പ്രത്യക്ഷത്തിൽ അതിന് അയാളെ അപമാനിക്കലല്ല, ആരാധിക്കലാണ്. പൂർണ്ണചന്ദ്രനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ, പൂർണ്ണചന്ദ്രൻ അടുത്ത ദിവസം കൊണ്ട് ക്ഷയിച്ച് 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 ഇല്ലാതെയായിത്തീരും. ദ്വിതീയ ചന്ദ്രൻ അടുത്ത ദിവസം തൊട്ട് വളർന്ന് 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 പൂർണ്ണചന്ദ്രനായി. അത് വേണോ എന്നാണ് ചോദിച്ചത്. ഈ വിസ്ഡം, ഇമാതിരി വിസ്ഡം കണ്ടെടുക്കലാണ് ഈ കഥകളുടെ സ്വപ്നം. ഈ കഥ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ ദിവസവും ഈ കുട്ടികളിൽ ഓരോ മാറ്റം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് സിദ്ധാർത്ഥനിലുണ്ടാകുന്ന മാറ്റം ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പുസ്തകത്തിലെ ഓരോ വരിയും പക്ഷെ അത്ര ശ്രദ്ധയോടെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു കവിത എഴുതുന്ന അത്രയും പ്രാധാന്യത്തോടെയാണ് ഇതിലെ ഓരോ വരികളും എഴുതിപ്പോയിരിക്കുന്നത്. ഇതിൽ അടുത്തൊരു കഥ, അപ്പം അടുത്ത ദിവസവും കുട്ടികൾ വന്നിരിക്കുകയാണ് ശ്രീശുഖൻ്റെ മുന്നിൽ കഥ കേൾക്കാനായിട്ട്. ഞാൻ എല്ലാ കഥകളും പറയുന്നില്ല, കുറച്ച് കഥകളെ പറയുന്നുള്ളൂ. ഇത് മാഗധത്തിലെ മഹിപാലൻ രാജാവിൻ്റെ കഥയാണ്. പക്ഷേ അത് ഞാൻ പറയാം. മാഗധത്തിലെ മഹിപാലൻ ഭയങ്കര കേൾവി കേട്ട ഒരു രാജാവാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. ഭയങ്കര കേൾവി ശക്തിയുള്ള ഒരു രാജാവാണ്. അസാധാരണമായ കേൾവി ശക്തിയുള്ള ഒരു രാജാവാണ്. ഈ രാത്രിയിൽ മരങ്ങൾ വേരുകളിലൂടെ വെള്ളം വലിച്ചെടുക്കുന്ന ശബ്ദം വരെ ഈ രാജാവിന് കേൾക്കാൻ കഴിയും. എത്ര ദൂരെ നിന്ന ആളുകൾ വളരെ കുശുകുശുപ്പോടുകൂടി സംസാരിച്ചാലും അത് പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു രാജാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണം വളരെ ആളുകൾക്കൊക്കെ, പ്രജകൾക്കൊക്കെ വളരെ ഇഷ്ടത്തിലാണ് അദ്ദേഹം അവിടെ രാജ്യം ഭരിക്കുന്നത്. എല്ലാവർക്കും വലിയ കാര്യമാണ് അദ്ദേഹത്തെ. ആരും ഈ കുശുകുശുപ്പുകൾ ഉണ്ടാക്കി വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ആ രാജ്യത്തിൽ. എല്ലാവരും സന്തോഷത്തിലാണ് ആ രാജ്യത്തിൽ കഴിയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ രാജ്യത്ത് രാജാവിന്റെ മുടി വെട്ടാൻ വരുന്ന ക്ഷുരകൻ, അവരെ അങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പുറത്ത് ആരും കാണാറില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു തവണ ഈ രാജാവിന്റെ മുടി മുറിക്കാൻ വരുന്നൊരു ക്ഷുരകൻ, അയാൾ അടുത്ത രാജ്യത്തിൽ നിന്നാണ് വരും. ഇവിടെ ക്ഷുരകന്മാരൊന്നും ഇല്ല അത്ര കാര്യമായിട്ട്. ഇയാൾ വരുന്നു. ഇയാൾ വന്ന് മുടി മുറിച്ചു തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വെട്ടി 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 ഈ ചെവിയുടെ, ഇദ്ദേഹത്തിന്റെ വളരെ കേൾവി ശക്തിയുള്ള ഭയങ്കര പ്രത്യേകതയുള്ള ചെവിയാണല്ലോ, അപ്പൊ ഈ ചെവിയുടെ അവിടുത്തെ മുടി ഇങ്ങനെ മുറിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹം ആ കാഴ്ച കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി വരിക ഉള്ളില്. ഈ മഹിപാലൻ രാജാവിന്
ദൈവം കൊടുത്തിരിക്കുന്നത് 2 കഴുതയുടെ ചെവികളാണ്. ഇയാൾ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഇതാണല്ലേ ഈ കേൾവി ശക്തിയുടെ കാരണം. ഈ ദൈവം ഇനി പെട്ടെന്ന് ധൃതിയിൽ ഇത് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളത് വെക്കാൻ മറന്നുപോയതാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇയാൾ ഉള്ളിൽ കിടന്ന് ചിരിക്കുക. ഒരു കഴുതയായിട്ട് ജനിപ്പിക്കേണ്ടിരുന്ന ആളാണോ എന്നൊക്കെ ആലോചിച്ച് ചിരിക്കുക. അപ്പൊ രാജാവിന്റെ മറുപടി എത്തി, ഡാ, നീ ഉള്ളിൽ പറയുന്നതും എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നിനക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇവിടുത്തെ ക്ഷുരകന്മാരൊന്നും പിന്നീട് പുറത്തിറങ്ങാത്തതെന്ന്. ഈ രഹസ്യം നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഇതിനി ഒരാൾ അറിഞ്ഞാൽ മറ്റു ക്ഷുരകന്മാർക്ക് സംഭവിച്ചത് തന്നെ നിനക്കും സംഭവിക്കും. മനസ്സിലായോ? താക്കീത. അപ്പോ രാജാവ് ഈ പരമരഹസ്യം കഴിഞ്ഞ 56 വർഷമായിട്ട് അടക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആരെയും അറിയിക്കാതെ. അറിഞ്ഞവര് മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെല്ലാം. അപ്പൊ ഇല്ല രാജാവേ, അയാളുടെ എല്ലാ സ്വഭാവവും മാറി, ഞാൻ ആരോടും പറയില്ല എന്ന് ക്ഷുരകൻ സമ്മതിക്കുന്നു. അയാൾക്ക് പാരിതോഷികങ്ങൾ കൊടുക്കുന്നു. അയാൾ അത് വാങ്ങി അയാൾ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോ ഈ രഹസ്യത്തിന്റെ ഭാരം, ഈ കനവും പേറിക്കൊണ്ടാണ് ഈ ക്ഷുരകൻ വീട്ടിൽ ചെല്ലുന്നത്. ഏതോ ഒരു രസതന്ത്രം എന്ന സിനിമയിലാണ് തോന്നുന്നു, ഇന്നസെന്റ് അയ്യോ ഇതൊന്നും പറയാതെ വയ്യല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ഇയാളുടെ ഉള്ളില് ഈ രഹസ്യം കിടന്ന് ഇയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഇയാളുടെ മനസ്സമാധാനം മുഴുവനും പോയി. അപ്പൊ ഭാര്യ വന്നപ്പോ ഇത് എവിടെയെങ്കിലൊക്കെ പോയി വന്ന, ഏതെങ്കിലുമൊക്കെ ദിക്കിൽ പോയി വന്ന മുഴുവൻ കഥയും ആദ്യം മുതൽ അവസാനം വരെ വള്ളി പുള്ളി വിടാതെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ ഒന്നും മിണ്ടാതിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ് എന്ന് ഭാര്യ അന്വേഷിച്ചു. ഒന്നുമില്ലടി, ഒന്നുമില്ല എന്ന് പറയുന്നു. ഇയാൾ കുളിക്കാൻ പോകുന്നു. കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇടയ്ക്കൊന്ന് ചിരിക്കും. ഈ രഹസ്യം ഉള്ളി കിടന്ന് ചിരിപ്പിക്കുന്നതാവുന്നേ. അപ്പൊ ഭാര്യ ഓടി വന്നിട്ട് ഇയാളുടെ മൂഡ് മാറിക്കാണും. എന്താ എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വരും. അപ്പൊ അയാൾ വീണ്ടും ഒന്നുമില്ലടി എന്ന് പറയുന്നു. വീണ്ടും സങ്കടപ്പെട്ട് കഴിയുന്നു. അപ്പൊ ഭാര്യ ഇയാളെ ശ്രദ്ധിക്കുകയാണ്. അന്നു മുതൽ ഈ ക്ഷുരകൻ ഇങ്ങനെ വണ്ണം വെച്ച് വരിക. ഈ രഹസ്യം ഇങ്ങനെ ഉള്ളിൽ കിടന്നിട്ട് അയാളുടെ ശരീരം ഇങ്ങനെ വീർത്ത് 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 വരാൻ തുടങ്ങും. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഇയാൾ എന്തോ സംഗതി പറയാതെ ഒളിച്ച് നടക്കുകയാണെന്ന് മനസ്സിലായി. അപ്പൊ ഭാര്യ പോയിട്ട് ഇയാളോട് പറയാ, എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നാല് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് നിങ്ങളത് എന്താണെന്ന് എന്നോട് പറ. ഞാൻ ആരോടും പറയില്ല, ഉറപ്പ്, ഞാൻ ആരോടും പറയില്ല. അങ്ങനെയാണല്ലോ പല രഹസ്യങ്ങളും പുറത്താവുന്നത്. ഞാൻ ആരോടും പറയില്ല. അങ്ങനെ ഇയാള് കതവൊക്കെ അടച്ച്, ജനലുകളും വാതാനങ്ങളൊക്കെ അടച്ച്, എല്ലാ ദ്വാരങ്ങളും അടച്ച് ഈ ഭാര്യയുടെ കാതില് ഈ രഹസ്യം പറയുന്നു. എന്താണ്? രാജാവ് കഴുതച്ചെവിയനാണ്. ഭാര്യ ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. അത് ശരി, അതാണ് രഹസ്യമല്ലേ? അത് ശരി, അത് പറ. വിളിച്ചിരിക്കാൻ തുടങ്ങി. ഇയാള് 3 തവണ ഭാര്യയുടെ കാതിൽ കാര്യം പറഞ്ഞപ്പോ ഇയാളുടെ ശരീരം പഴയതുപോലെയായി, വണ്ണമൊക്കെ പോയി, സന്തോഷായി. രണ്ടുപേരും സന്തോഷത്തോട് നിൽക്കുമ്പോ ഭാര്യ ഇതുണ്ടാ വീർത്തു വരുന്നു. ഭാര്യയുടെ കയ്യും കാതും കവിളും ഒക്കെ ഇതാ ഇങ്ങനെ വീർത്ത് വീർത്ത് വരാൻ തുടങ്ങി. കാര്യം എന്താ? ഈ രഹസ്യം ഭാര്യയുടെ ഉള്ളിൽ കിടന്ന് വളരുകയാണ്. ഒരു കഥയുണ്ടാക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. വലിയ പ്രശ്നമായി. എന്ത് ചെയ്യും? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, തല പോയില്ലേ. അയ്യോ എന്ത് ചെയ്യുന്നായി. അങ്ങനെ അവിടെ ഗ്രാമത്തില് അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ഒരു ദിവസം ഈ ഭാര്യ ഒരു ഭയങ്കരമായ ഐഡിയ കണ്ടുപിടിക്കും. എല്ലാവരും ഉത്സവത്തിന് പോകുന്ന സമയത്ത് ആരും ആ ഗ്രാമത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയ ഒരു ദിവസം രാത്രിയില് ഇവള് തൊട്ടടുത്ത പറമ്പിൽ പോയിട്ട് വലിയൊരു കുഴിയെടുക്കും. ഏതാണ്ട് ഒരു 6-6 അടി താഴ്ചയുള്ളൊരു കുഴിയെടുക്കും. എന്നിട്ട് ഈ കുഴിയുടെ മുകളിലേക്ക് ഇങ്ങനെ കമന്ന് കിടക്കും. എന്നിട്ട് ഈ മുഖമൊക്കെ കൂടി പൊത്തിപ്പിടിച്ചിട്ട്, രാജാവിന് കഴുതച്ചെവിയാ, രാജാവിന് കഴുതച്ചെവിയാ, രാജാവിന് കഴുതച്ചെവിയാന്ന് 3 തവണ പറയും ഈ കുഴിയില്. അത് കുഴിയിലേക്ക് പോയല്ലോ. ഉടനെ തന്നെ ഇത് മണ്ണിട്ട് മൂടി കുഴി അടച്ചു വെച്ചു. ആ സത്യത്തെ മണ്ണിട്ട് മൂടി. ഇനി ഒന്നും പേടിക്കാനില്ല. 3 തവണ ആ രഹസ്യം പറഞ്ഞോട് കൂടിയിട്ട് ഭാര്യയുടെ പ്രശ്നങ്ങളൊക്കെ മാറി. ഭാര്യ പഴയപടിയായി. ഭർത്താവിനിട്ട് നീ എന്ത് ചെയ്തു? നീ ആരോട് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ല. ഇതാരും അറിഞ്ഞിട്ടില്ല.
അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ കഥ അവിടെ തീരല്ലല്ലോ ചെയ്യുന്നേ. അതിനുള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടന്നിരുന്നൊരു വിത്ത് ഇത് കേട്ടു. ഇവള് വീട്ടിലേക്ക് എത്തി തിരിഞ്ഞു നോക്കുമ്പോണ്ട് ആ വിത്ത് വളർന്നൊരു മരമായി, ഒരു വടുവൃക്ഷമായി, ആ ഗ്രാമത്തിന് മുഴുവനും തണലേകുന്ന ഒരു വലിയ മരമായിട്ട് മാറി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുക. അപ്പൊ ഈ ഉത്സവത്തിന് തുടി കൊട്ടുന്ന മനുഷ്യര് അവരതുവഴി പോയപ്പോ കണ്ടിട്ട് ഇങ്ങനെ ഒരു മരം ഇവിടെ ഇത്ര പെട്ടെന്ന്. അപ്പൊ ആ മരത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇവർക്ക് ഈ മരം ഇവർ കുറെ നാളുകളായിട്ട് അന്വേഷിച്ച് നടക്കും. ഇവർ തുടിക്കോലുണ്ടാക്കുന്ന നല്ല തടിക്കുള്ള മരമാണിത്. അപ്പൊ ഇവരുടെ കയ്യിലുള്ള ഈ തുടിക്കോലിന് അത്ര ശബ്ദം പോരാ. ഇവർക്ക് ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഇവരെന്ത് ചെയ്തു, വേഗം മരത്തിന്റെ മുകളിൽ കയറി ഇതിന്റെ ചില്ലകളൊക്കെ ഒടിച്ചെടുത്ത് അതിന്റെ കമ്പ് ചിന്തേറിട്ട് തുടിക്കോലാക്കി പിറ്റേ ദിവസം ഉത്സവത്തിന് ഇവരുണ്ടതാ തുടി ഡണ്ടന്ന് കൊട്ടാൻ തുടങ്ങി. രാജാവ് കൊട്ടാരത്തിലിരുന്ന് കേൾക്കുകയാണ് തുടി കൊട്ടുമ്പോ. പുറത്തേക്ക് വരുന്ന എന്താണെന്നറിയോ? രാജാവിന് കഴുതച്ചെവി, രാജാവിന് കഴുതച്ചെവി, രാജാവിന് കഴുതച്ചെവി. ഒന്ന് ആലോചിക്കണേ, 56 വർഷങ്ങളായി ഒരു മനുഷ്യൻ ഇരുചെവി അറിയാതെ കാത്തു സൂക്ഷിച്ച ആ രഹസ്യം പുറത്ത് ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു. മനുഷ്യർ ഓരോരുത്തരും ഈ സത്യം തിരിച്ചറിഞ്ഞ അത് ശരി, അതാണ് ഇയാൾക്ക് ഇത്ര കേൾവി ശക്തി എന്ന് പറഞ്ഞ് രാജാവിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഈ വിഷയം രാജാവിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. ഉടനെ തന്നെ രാജാവ് വൈഡൂര്യം വിഴുങ്ങി ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. രാജാവ് മരിച്ചു. അപ്പൊ ഈ പൊതുദർശനത്തിന് വെക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, രാജാവിനെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ മുഴുവനും അനുശോചനം അറിയിക്കാൻ വേണ്ടി രാജാവിന്റെ ഈ ശരീരം, നീണ്ടു നിവർന്ന് കിടക്കുന്ന ശരീരം കാണാൻ വരിക. എല്ലാവരും വന്നിട്ട് കാര്യം, ഈ കഴുത ചെവിയോടുകൂടി കിടക്കുന്ന രാജാവിനെ കണ്ട് മനുഷ്യര് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. അതുകൊണ്ട് 2 കാര്യങ്ങൾ നടന്നു കേട്ടോ. ആ നാട്ടിൽ പിന്നെ ചാരന്മാരില്ലാണ്ടായി. അവർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി. ഒരു രാജാവിന്റെ അതിഭീകരമായ ഒരു രഹസ്യം വെളിവായതിലൂടെ ആ നാട്ടിലെ മനുഷ്യർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഭയങ്കരമായ പൊളിറ്റിക്സ് ഉണ്ട് അല്ലേ ഇതിനകത്ത്? അതെ, അതൊരു ഫാസിസ്റ്റിനെ കുറിച്ചുള്ള കഥയാണ്. അതാണ് അത്. മാഷ ആ കഥയെക്കുറിച്ച് കൂടുതൽ പറയണം. എനിക്ക് ആ കഥയാണ് കേൾക്കേണ്ടത്. ഇത് എഴുതിയപ്പോൾ മാഷ് അതുപോലെ ഇതിൽ ഓരോ കഥകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കഥകളിലും അതിന്റെ ഓർഡർ അനുസരിച്ച് ഇതെങ്ങനെ തീരുമാനിച്ചു, ഈ കഥ ഇവിടെ വരണം എന്ന് എങ്ങനെയാണ് മാഷ ആ തീരുമാനം എടുത്തത്? ഈ കഥ എഴുതും തന്നെ യാതൊരു ധാരണയും എനിക്കില്ലായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് കഥ പറയുന്ന ഒരാളാണ്. ഞാൻ ഹൈസ്കൂളിൽ 1 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനാണ് എക്സ്ട്രാ പീരീഡിൽ വരുന്നതെന്ന് കണ്ട കുട്ടികൾ കൈയടിക്കും, കഥ പറയണം. അപ്പോൾ അങ്ങനെ കഥയിലുള്ള ഇഷ്ടമുണ്ട്. അപ്പോൾ അവസാനം എന്തോ ഒരു ദിവസം ഇങ്ങനെ തോന്നി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരു ക്രമം ഉണ്ടായി. പിന്നെ ഈ സിദ്ധാർത്ഥനൊന്നും കരുതിക്കൂട്ടിയിട്ടായിരുന്നില്ല. പക്ഷേ സിദ്ധാർത്ഥന ഒരു എൻലൈറ്റൻഡ് ആവാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. അയാൾ കഥയിലൂടെ എൻലൈറ്റൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിൽ നമുക്ക് ആ സിദ്ധാർത്ഥനെ കാണാൻ കഴിയും കേട്ടോ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നുപോയ ആ സിദ്ധാർത്ഥനെ നമുക്ക് ഇതിലും കാണാൻ കഴിയും. പക്ഷെ അത് വളരെ യാദൃശ്ചികമായിട്ട് എഴുതിയതാണെന്നാണ് പറഞ്ഞത് ആ പേര് അല്ലേ, സിദ്ധാർത്ഥൻ. എന്തായാലും ഈ കഥ കഴിഞ്ഞതോട് കൂടിയിട്ട് സിദ്ധാർത്ഥനിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. അവൻ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അവൻ്റെ ഉള്ളിൽ. അന്ന് രാത്രിയിൽ അമല എന്നാണ് അവൻ്റെ അമ്മയുടെ പേര്. അമല ഗൾഫിൽ ജോലി ചെയ്യുന്ന വൈശാഖിനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു, അതേ ഇന്നവൻ മുഴുവൻ ഭക്ഷണവും കഴിച്ചു. അവന്റെ കണക്ക് പുസ്തകം ഞാൻ എടുത്ത് പരിശോധിച്ചു. അവൻ മുഴുവൻ ഹോംവർക്കും കൃത്യമായി അവൻ ചെയ്തിരിക്കുന്നു. അവന്റെ പുസ്തകങ്ങളൊക്കെ അവൻ വൃത്തിയിൽ അടുക്കി വെച്ചിരിക്കുന്നു. അവൻ സുഖമായി കിടന്നുറങ്ങുന്നു. ഉറക്കത്തിൽ സ്വപ്നത്തിൽ അവൻ ചിരിക്കുന്നു. മരുന്ന് വലിച്ചു തുടങ്ങിയിട്ടോ എന്ന് അമല വിളിച്ചു പറയുന്നു. സിദ്ധാർത്ഥനിലുണ്ടാവുന്ന മാറ്റം ഇങ്ങനെ ഓരോ കഥകൾ കഴിയുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മനഃപൂർവ്വം അല്ലല്ലോ സ്വപ്നം കാണുക, പക്ഷേ ഈ സ്വപ്നത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും നമ്മുടെ ഒരു ഉത്കണ്ഠയും പ്രയാസവും ഒക്കെ. അതുകൊണ്ട് ഈ കഥയും പറയുമ്പോൾ ഈ ഉത്കണ്ഠയ്ക്കൊരു പ്രകാശനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, ബട്ട് അത് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാലത്തെ ഒരു ഫാസിസ്റ്റ് സാഹചര്യത്തിൽ ഇയാൾ ഇത്ര വിരൂപനായിട്ടുള്ള ഒരാൾ അത് മറച്ചു വെച്ചുകൊണ്ട് എല്ലാവർക്കും ആരാധ്യനായി
താനല്ലാത്ത എല്ലാവരെയും തൻ്റെ ചാരന്മാരാക്കി മാറ്റി ഒരു വല്ലാത്ത വ്യവസ്ഥിതിയാണത്. ഇത് ഇങ്ങനെ ഒരു ദിവസം ഈ രഹസ്യം മനസ്സിലാകുന്നതോടുകൂടി അയാൾ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. വൈരം വിഴുങ്ങി ഹിറ്റ്ലർ അവസാനിപ്പിച്ചതുപോലെ അയാൾ ജീവിതം അവസാനിപ്പിക്കും. ഇത് നിങ്ങൾക്കിങ്ങനെ കൂടുതൽ വ്യാഖ്യാനിക്കാം, നിങ്ങളുടെ ഭാവനയോളം അത് കൂട്ടിക്കൊണ്ടുപോകാം. അത്രയും കഥകൾ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും കുട്ടികളിൽ വരുന്ന മാറ്റം, പ്രത്യേകിച്ച് കിങ്ങിണിയിൽ അവൾ കഥ പറയാൻ ഇഷ്ടപ്പെടുന്നവളാണ്. അവൾ ഇവിടെ കേട്ട കഥ അവളുടെ പൊടിപ്പും തൊങ്ങലും തോരണവും ഒക്കെ വെച്ച് അവളുടെ ക്ലാസ് മുറിയിൽ ഐഷയോട് പോയി ചെന്ന് പറയും. ഐഷ അത് മറ്റു കുട്ടികളോടൊക്കെ പറയും. ഒരു കഥ ഇങ്ങനെ സഞ്ചരിക്കുക, ശ്രീശുഖനിൽ നിന്നുണ്ടാവുന്ന കഥകൾ ഇങ്ങനെ ആ ക്ലാസ്സിലേക്കും സ്കൂളിലെ മറ്റു കുട്ടികളിലേക്കും ഒക്കെ ഇങ്ങനെ വ്യാപിച്ച് വളരുകയാണ്. ഇതിൽ എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കഥയാണ് ഇനി ഞാൻ പറയുന്നത്. ജാപ്പനീസ് കഥയാണ്, ഒരു ജാപ്പനീസ് കഥയാണിത്. ചിത്രകലാ മത്സരത്തെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ്. അക്കാലത്ത് നടന്ന ഒരു ചിത്രരചനാ മത്സരം. ഈ ചിത്രരചനയിൽ എപ്പോഴും പാശ്ചാത്യരും പൗരസ്ത്യരും ഉണ്ടല്ലോ. മോഡേൺ ആർട്ടിനെ പിന്തുണയ്ക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട്, പരമ്പരാഗതമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന വേറെ വിഭാഗം മനുഷ്യരുണ്ട്. ഇവരിൽ ആരാണ് മെച്ചപ്പെട്ട ചിത്രകാരൻ എന്ന് കണ്ടുപിടിക്കാനുള്ള മത്സരം നടക്കണേ. അപ്പൊ അതിന് അവിടുത്തെ ചക്രവർത്തി ഒരു വലിയ കൽപ്പന പുറപ്പെടുവിച്ചു. 2 വലിയ ചുമരുകൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രീതിയിൽ പണിയണം. 2 ചുമരുകൾ തൊട്ടടുത്തടുത്തായിട്ട്. അതിന്റെ നടുക്ക് ഒരു വലിയ തിരശീല ഇട്ടിരിക്കുന്നു. ഒരു വശത്തെ ചുമര് പാശ്ചാത്യർക്ക് ചിത്രം വരയ്ക്കാനുള്ളതാണ്, മറുവശത്തത് പൗരസ്ത്യർക്ക്. 6 മാസമാണ് ചിത്രരചനയ്ക്കുള്ള സമയം. ഇപ്പൊ കൊട്ടാരത്തിൽ ഒരു മണി മുഴങ്ങും ഒരു പ്രത്യേക സമയത്ത്. ആ മണിമുഴക്കം കേട്ട് കഴിഞ്ഞാൽ ചിത്രരചന ആരംഭിക്കണം. അതാണ്. ഇത് 6 മാസം കഴിയുമ്പോൾ അതേ മണിമുഴക്കത്തിൽ ചിത്രം പൂർത്തിയാക്കണം. ഇതാണ് നിബന്ധന. മണി മുഴങ്ങുന്നു. ഈ തിരശീലയ്ക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് 2 ചുമരുകളിലും ചിത്രങ്ങൾ വരയ്ക്കാൻ ആരംഭിക്കുകയാണ്. പാശ്ചാത്യര് വളരെ വേഗത്തിലാണ് ചിത്രം വരയ്ക്കുക. കാര്യം അവരുടെ കയ്യിൽ ബ്രഷും ആധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അവർ പെട്ടെന്ന് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അതിനകത്ത് ചിത്രം വരയ്ക്കുന്നു. അടുത്തതായി അതിൽ ചായങ്ങൾ പൂശാൻ വേണ്ടി അവര് കാത്തു നിൽക്കുന്നു. ഇപ്പുറത്ത് പൗരസ്ത്യര് ചെയ്തത് എന്താണെന്നറിയോ? അവരാദ്യമേ വെള്ളം കൊണ്ടുവന്ന് ഈ ചുമര് മുഴുവനും വൃത്തിയാക്കി, കഴുകി വൃത്തിയാക്കി. ഒരു പായലോ ഒരു പോറലോ ഒന്നുമില്ലാത്ത വിധത്തിൽ അതിനെ കഴുകി വൃത്തിയാക്കി. എന്നിട്ട് അതിലേക്ക് അവര് മെഴുക് ഉരുക്കി ഒഴിച്ചു. അത് വീണ്ടും ചുരണ്ടിക്കളഞ്ഞു. വീണ്ടും മെഴുകുരുക്കി ഒഴിച്ചു. ഇവരിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പുറത്ത് വളരെ വേഗത്തിൽ ആ ചുമരിൽ ചിത്രങ്ങൾ വിരിഞ്ഞുകൊണ്ടിരിക്കുക. ചായങ്ങൾ നിറഞ്ഞു, മനോഹരമായൊരു ചിത്രം ഇങ്ങനെ വിരിഞ്ഞു വരുന്നു. ഇപ്പുറത്തുള്ളവരോ ഇതുവരെ ഒരു വര വരച്ചിട്ടില്ല. മെഴുകുരുക്കി ഒഴിക്കുന്നു, അത് തേച്ച് മിനുസപ്പെടുത്തുന്നു. അങ്ങനെ മിനുക്കി കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു ചുമര്. ഇത്രയും ആയപ്പോ ഏതാണ്ട് 6 മാസം കഴിഞ്ഞു. മണി മുഴങ്ങി. മത്സരം അവസാനിച്ചു. തിരശീല നീക്കി വിധികർത്താക്കൾ ഇടയിലേക്ക് വന്നപ്പോ അത്ഭുതപ്പെട്ടുപോയി. 2 ചുമരിലും ഒരേ ചിത്രം. 2 ചുമരിലും ഒരേ ചിത്രം. ഏതാണ് യഥാർത്ഥ ചിത്രം എന്നറിയാൻ കഴിയാത്ത വിധത്തിൽ 2 ചുമരിലും ഒരേ ചിത്രം കണ്ട് വിധികർത്താക്കൾ ആകെ ഞെട്ടിപ്പോയി. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പുറത്തെ ചിത്രത്തിന്റെ റിഫ്ലക്ഷനാണ് ഇപ്പുറത്തെ ചുമരിൽ കാണുന്നത്. ആർക്കായിരിക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടാവുക ഈ മത്സരത്തിൽ? ആർക്ക് പറയാം? ഇതൊരു മത്സരമാണല്ലോ, അല്ലേ? ചിത്രം യഥാർത്ഥത്തിൽ വരച്ചത് ആരാ? മോഡേൺ ആർട്ട് ചെയ്ത ആൾക്കാർ. അപ്പൊ അവർക്ക് സമ്മാനം കൊടുക്കാം, അല്ലേ? അവർക്കാണ് കൊടുക്കുന്നത്. അവർക്ക് കൊടുത്തേക്കാം, അല്ലേ? അവർക്ക് കൊടുക്കാം എന്നാണ്. മോന്റെ പേരെന്താ? മൻഹർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മോഡേൺ ആർട്ട്, അവരാണല്ലോ വരച്ചത്, അല്ലേ? അവർക്ക് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? കേൾക്കട്ടെ. ആർക്ക് കൊടുക്കാം സമ്മാനം? മറ്റേ ആൾക്കാർക്ക്. എന്തെങ്കിലും കാരണമുണ്ടോ? എന്തുകൊണ്ട് അവർക്ക് കൊടുക്കാം? ഒരു വര പോലും വരച്ചില്ലല്ലോ. വരച്ചോ? ഇല്ല. പെയിന്റും ബ്രഷും ഒന്നും തൊട്ടിട്ടില്ല കൈ കൊണ്ട്. അപ്പൊ എന്തിനാ അവർക്ക് കൊടുക്കണേ? ശരി. ഇനി ഇതിന്റെ ഉത്തരാണ് ഏറ്റവും മനോഹരം.
ഒരു ചിത്രം എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. ഒരു യാഥാർത്ഥ്യത്തിന്റെ റിഫ്ലക്ഷനാണ് ഒരു ചിത്രം. അതുകൊണ്ട് മോളുടെ പേരെന്താ? ഗൗരി പറഞ്ഞ ആ പാർട്ടിക്കാണ് ചക്രവർത്തി സമ്മാനം പ്രഖ്യാപിച്ചത്, വിധികർത്താക്കള് സമ്മാനം പ്രഖ്യാപിച്ചത്. മൻഹർ, വിഷമായോ? സാരല്ല, അവര് കൊണ്ടുപോയിക്കോട്ടെ അല്ലേ. ഒരു കൈയടി കൊടുത്തേ, നമുക്ക് കൈയടിച്ച് തോൽപ്പിക്കാം അവരെ. അവര് ജയിച്ചു. ഇത് കഴിഞ്ഞിട്ട് ശ്രീശുകൻ സിദ്ധാർത്ഥനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. താജ്മഹൽ കണ്ടിട്ടുണ്ടോ? അപ്പൊ സിദ്ധാർത്ഥൻ എങ്ങനെ മനസ്സിൽ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. താജ്മഹലിന്റെ ചിത്രം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അല്ലെങ്കിൽ അടുത്തു പോയി നിങ്ങൾ നോക്കിക്കോളൂ. യഥാർത്ഥ താജ്മഹലിനേക്കാൾ ഭംഗി ശാന്തമായി അതിന് അരികിലൂടെ ഒഴുകുന്ന യമുനയിൽ അതിൻ്റെ പ്രതിച്ഛായ കാണാനാണ്. ഒറ്റ ഓട്ടമാണ് വീട്ടിലേക്ക്. എന്താ അറിയോ, അവൻ്റെ വീട്ടിലൊരു കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട്, അതിൽ ഒരു താജ്മഹലിൻ്റെ ചിത്രമുണ്ട്. അവൻ അതെടുത്ത് നോക്കി. ആ മുമ്പിൽ കിടക്കുന്ന റിഫ്ലക്ഷനാണ് ആ താജ്മഹലിനേക്കാൾ ഭംഗിയെന്ന് ആ കുട്ടി തിരിച്ചറിയാണ്. മാഷക്ക് ഈ കഥയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഫിലോസഫിക്കലാണ് കഥകളെല്ലാം. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ കഥയെ സംബന്ധിച്ച് ഒരു പക്ഷേ ചിത്രം ഉണ്ടാകുന്നത് തന്നെ ഇങ്ങനെയാണ്. ആദിമഘട്ടത്തിൽ ആരെങ്കിലും വരച്ചിട്ടല്ല ഇതുണ്ടാകുന്നത്. ഈ നദിയിലോ തടാകത്തിലോ പ്രതിഫലിച്ച ദൃശ്യങ്ങളാണ് ആദ്യ ചിത്രങ്ങൾ. അതിനെ അനുകരിക്കുകയാണ് പിന്നെ ചിത്രകാരന്മാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു മൗലികമായ രചനയാണ് ഈ പൗരസ്ഥര് നടത്തിയിരിക്കുന്നത്. റിഫ്ലക്ഷനാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ സെൻ ബുദ്ധിസ്റ്റുകളും ഒക്കെ വിശ്വസിക്കുന്ന അതാണ്. അവർ അതിൽ ഇടപെടരുത്. അത് സ്വയം പ്രതിഫലിക്കാവുന്ന വിധത്തിൽ നമ്മുടെ മനസ്സ് കഴുകി 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 ശുദ്ധമാക്കി മാറ്റണം. എന്തും പ്രതിഫലിക്കാവുന്ന വിധത്തിലുള്ള ഈ പരിണാമം അവനവനിൽ സംഭവിക്കുമ്പോഴാണ് ആ പരിണാമമാണ് ഇത് മാഷ് വേറൊരു വാചകം പറഞ്ഞു വെക്കുന്നു. ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. ദൈവം നമ്മളെ അത് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കണ്ണുകൾ തന്നിരിക്കുന്നത് നമ്മളെ കാണാൻ വേണ്ടിയല്ല. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെ നേരിട്ട് കാണാൻ കഴിയുമോ? ഇല്ല. കേൾക്കാൻ ചിലപ്പോ കഴിഞ്ഞേക്കും. സ്പർശനം, മറ്റൊരാളെ തൊടാനും മറ്റൊരാളെ കാണാനും മറ്റൊരാളെ കേൾക്കാനും മറ്റൊരാളോട് സംസാരിക്കാനുമാണ് നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും തന്നിരിക്കുന്നത് എന്നൊരു അതെ മാഷെ. അതെ, അവനവനെ കാണാൻ ഒരാൾക്കും സാധ്യമല്ല. അവനവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയില്ല, അവനവൻ്റെ രുചി അറിയാൻ കഴിയില്ല, അവനവൻ്റെ സ്പർശം തിരിച്ചറിയാൻ കഴിയില്ല. ഈ സ്പർശത്തിന് ഒരർത്ഥമില്ല. ഞാൻ എന്നെ സ്പർശിക്കുമ്പോൾ, ഞാൻ എൻ്റെ കാമുകിയെ സ്പർശിച്ചാൽ എന്തൊരർത്ഥമാണ്. അങ്ങനെ അവനവനെ അറിയാൻ കഴിയാത്ത ഒരാൾ, അതാണ് ഈ ഡൽഹിയിലെ ഓറക്കിളിൽ അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, നോ ദൈ സെൽഫ്, നോ ദൈ സെൽഫ്. അത് വലിയൊരു പ്രയത്നമാണ്, വലിയ തിരിച്ചറിവുകളാണ്. ഇങ്ങനെയുള്ള ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ അറിവുകളല്ല, തിരിച്ചറിവുകളാണ് വിസ്ഡം. അറിവുകളല്ല. ഈ തിരിച്ചറിവിൻ്റെ ഒരു ലോകം ഉണ്ടാക്കാൻ കഴിയുമോ? അത് കുട്ടികൾക്ക് തിരിച്ചറിഞ്ഞാൽ ഒരു പക്ഷേ അത് വളരെ വ്യാപ്തിയുള്ള അറിവുകൾ ആയിരിക്കും കുട്ടികൾക്ക് നൽകും. ഈ ആദ്യ താളില് മാഷിൻ്റെ ഒരു വലിയ രസമുള്ള ഒരു പ്രയോഗം, എനിക്ക് തോന്നിയൊരു പ്രയോഗം എന്താ അറിയോ? നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വെൽക്കം ഡ്രിങ്കിനെ കുറിച്ചാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വെൽക്കം ഡ്രിങ്ക് അമ്മയുടെ മുലപ്പാലാണ്, അല്ലേ? അതിന് കൃത്യമായ അളവിൽ മധുരം അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്നു. ആദ്യത്തെ വെൽക്കം ഡ്രിങ്ക് മുലപ്പാലാണ്. അതായത് കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായിച്ചാൽ പോലും വളരെ അവരെ റിലേറ്റ് ചെയ്യുന്ന തരത്തിൽ കൂടിയാണ് മാഷ് ഈ കഥയിലെ ഓരോ സന്ദർഭങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത്. മാഷെ, ഇനി കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഇനി കഥ പറയണോ? ആകാശത്തിന്റെ കഥ പറയാം. ശരി, എന്നാ ഒരു കഥയും കൂടി പറയട്ടെ. ഒരു കഥയും കൂടി പറയാം നമുക്ക്. ഒന്നല്ല, ഇനി വേണോ? ഇപ്പൊ ഒന്ന്. ഓക്കെ.
ഇനി ബാക്കി ഈ പുസ്തകം വാങ്ങി അതിനുള്ളിലുള്ള കഥകളെല്ലാം വായിക്കാം നമുക്ക്, കേട്ടോ. ഈ മുമ്പ് പണ്ട് കാലത്ത് ഈ ആകാശം ഭൂമിയോട് ഇങ്ങനെ ഒട്ടിയാണ് കിടന്നിരുന്നത്. ആലോചിച്ച് നോക്കിയേ, ആകാശം ഭൂമിയെ ഇങ്ങനെ തൊട്ട് കിടക്കുക. മനുഷ്യരുടെ ഭക്ഷണമായിരുന്നു ആകാശം. ഇപ്പൊ വിശക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആകാശത്തെ പറിക്കുന്നു, കഴിക്കുന്നു, അല്ലേ? ആകാശത്തിനും ഇത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരമ്മ കുഞ്ഞിന് മുല യൂട്ടുന്നത് പോലെയാണ് ആകാശം ആ പ്രവൃത്തി ചെയ്തിരുന്നത്. എങ്ങനെയാണോ കുടിക്കും തോറും പാൽ മുലയിൽ നിറയുന്നത്, അതുപോലെ എടുക്കും തോറും ആകാശം നിറഞ്ഞു വന്നു. അപ്പൊ മനുഷ്യരെന്താ, ആവശ്യത്തിന് ഭക്ഷണം എടുക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് മനുഷ്യർ കടന്നു. എന്താ? ആവശ്യത്തിലധികം ആകാശത്തെ പറിച്ചെടുക്കാൻ തുടങ്ങി. എന്നിട്ട് കുറച്ചു മാത്രം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെ ഉപേക്ഷിക്കാൻ തുടങ്ങി. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് കളയാറുണ്ടോ? ആരും കളയാറില്ല. എന്തൊരു മനോഹരമായ നുണ. അപ്പൊ എന്തായാലും മനുഷ്യരെന്തായി, ആവശ്യത്തിലധികം ആകാശത്തെ പറിച്ചെടുത്ത് അവിടെ ചെളിക്കുണ്ടിലും കാനയിലും തോട്ടിലും ഒക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇത് ആകാശത്തിന് വലിയ സങ്കടം ഉണ്ടാക്കി. അപ്പൊ ആകാശം പറഞ്ഞു, ഇത് ശരിയാവില്ല, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്ത് ചെയ്തു? ആകാശം മനുഷ്യരെ മുഴുവനും തന്റെ കീഴിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അതെ, ഈ പരിപാടി ഇങ്ങനെയാണ് നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ മുകളിലേക്ക് പോകും കേട്ടോ. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ മുകളിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ എന്നെ കിട്ടില്ല. നിങ്ങൾ ഏത് ഉയരത്തിലുള്ള മരത്തിൽ കയറി എന്നെ എത്തിപ്പിടിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് തൊടാൻ കഴിയാത്തത്ര ഉയരത്തിലേക്ക് ഞാൻ പോയിപ്പോകും. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഞാൻ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കഷ്ടപ്പെട്ടാൽ മാത്രം അന്നം തരുന്ന ഭൂമിയെ ആശ്രയിക്കേണ്ടി വരും. എപ്പോഴും കഷ്ടപ്പെട്ടാലേ ഭൂമി നമുക്ക് ഭക്ഷണം തരുള്ളൂ, അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടെങ്കിലല്ലേ ഭൂമി നമുക്ക് ഭക്ഷണം തരുള്ളൂ, അല്ലേ? അപ്പൊ അത് വേണോ, അതോ ആകാശത്തെ ഭക്ഷിച്ച് സുഖമായിട്ട് ജീവിക്കണോ? അപ്പൊ മനുഷ്യരെല്ലാവരും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ കുറച്ചു കാലം കൂടി ആളുകൾ ആകാശത്തെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇടയിൽ ഒരു വീട്ടമ്മ, വെറും ഒരു വീട്ടമ്മയല്ല, കുറച്ച് അത്യാഗ്രഹിയായ ഒരു വീട്ടമ്മ കഥയിലുള്ളതാണ്. ആരും തെറ്റിദ്ധരിക്കും. ഞാൻ ഒരു കൂട്ടുകാരിയോട് ഈ കഥ പറഞ്ഞപ്പോ, എന്താ വീട്ടമ്മ? ഞാൻ പറഞ്ഞു, അയ്യോ, ഇതൊരു പഴയ കഥയാണ്, അത് ഇപ്പൊ ഉണ്ടാക്കിയ കഥയല്ല എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അത്യാഗ്രഹിയായ ഒരു വീട്ടമ്മ എന്ത് ചെയ്തു? ആവശ്യത്തിലധികം ആകാശത്തെ എടുത്ത് കുറച്ച് മാത്രം ഭക്ഷിച്ച് ബാക്കി ഉപേക്ഷിച്ച് കളഞ്ഞു. ഇത് കണ്ടോടുകൂടിയിട്ട് ആകാശത്തിന് ദേഷ്യം വന്നു. പിന്നെ ആകാശം അവിടെ നിന്നില്ല, ഒരൊറ്റ പോക്കാണ് മുകളിലേക്ക്. അപ്പോഴാണ് മനുഷ്യർ മുകളിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ. ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ എന്താ നമ്മൾ പറയുന്നത്? ഇറങ്ങി വരൂ എന്നാണ്. ആരോടെന്നല്ല, ആകാശത്തോട്, അല്ലേ? ആകാശത്തോട് നമ്മൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ സിദ്ധാർത്ഥനും കിങ്ങിണിയും ആലോചിക്കുകയാണ്, ഓ, അങ്ങനെയാണ് ആളുകൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതല്ലേ, അല്ലേ? എല്ലാവരും മുകളിലേക്കല്ലേ നോക്കുന്നത്. എന്താണ്? മുകളിലാണ് നമ്മുടെ അന്നം ഇരിക്കുന്നത് എന്ന ചിന്ത. ഒരു പക്ഷെ മരങ്ങളിലൊക്കെ പഴങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ആളുകൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് എന്ന് ചിന്തിക്കാം. പക്ഷെ അതിനുള്ള കാരണം എന്താണ്? ഇതായിരിക്കാം, മുകളിൽ ആരോ ഇരിക്കുന്നു. പിന്നീട് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല മനുഷ്യർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ദൈവമേ, എനിക്ക് നല്ല കാറ് വേണേ, എനിക്ക് നല്ല വീട് വേണേ, എന്റെ കൂടെയുള്ള കൂട്ടുകാരനൊന്നും കൊടുക്കരുതേ, അല്ലേ? അവനെ നീ വളർത്തരുതേ. ഇതൊക്കെ പ്രാർത്ഥനകളായി മാറി. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ എവിടെ നോക്കിയാ പ്രാർത്ഥിക്കണേ? എല്ലാം മുകളിലേക്ക് നോക്കിയിട്ടാ. പാവം ആകാശം ഇതെല്ലാം കേട്ട് മുകളിൽ നിന്ന് നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടാവും, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്, അല്ലേ? നല്ല രസമുള്ള കഥയല്ലേ? പക്ഷേ സിദ്ധാർത്ഥനിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറയണം നമുക്ക്. എന്തൊക്കെയാണ് സിദ്ധാർത്ഥന് സംഭവിച്ചത്? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആകാശത്തിൻ്റെ കഥ, അത് തന്നെ അയാൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു സ്ത്രീ ആയി തീർന്നത്. ഈ ദുരാഗ്രഹിയായ സ്ത്രീ മൂലമാണ് ആകാശത്തിലേക്ക് ആകാശം പോയത്. അങ്ങനെ ആയിത്തീരാനുള്ള കാരണം എന്തുകൊണ്ട് സ്ത്രീ ആയിത്തീരും? ഉൽപ്പത്തി കഥയിലെ ഹൗവയാണ് ഈ ആദാമിനെ
കുറ്റപ്പെടുത്താൻ പ്രേരകമായി തീരുന്നത്. അവള് കാരണമാണ് നമുക്ക് പർദീസ നഷ്ടപ്പെട്ടത്. അങ്ങനെ അവള് കാരണമാണ് എല്ലാ ഉൽപ്പത്തി കഥകളിലും പുരുഷന് സ്വർഗം നഷ്ടപ്പെടുന്നത്. ഈ ഒരു കാര്യമാണ് ഈ കഥയിലും പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അയാൾ കണ്ടിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചതിന് ശേഷം മുകളിലേക്ക് നന്ദി പറയുന്നത്. അങ്ങനെ ഇപ്പോഴും ആകാശം അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ കഥകളിലും അന്തർലീനമായി ഉള്ള പാപബോധത്തിൻ്റെ ഒരു കഥ ഈ ആകാശത്തിൻ്റെ കഥയിൽ മിടിക്കുന്നത് കൊണ്ടാണ് ഞാനതെടുത്തത്. സിദ്ധാർത്ഥൻ അത് ഗ്രഹിക്കുമ്പോഴാണ് ഒരു പടി ഉയരുന്നത്. പ്രിയമുള്ളവരെ, കഥ നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം മുഴുവനായിട്ട് പറയേണ്ടി വരും. അത്രയും മനോഹരങ്ങളായിട്ടുള്ള കഥകൾ കോർത്തിട്ടാണ് എന്താ കഥ എന്ന മാഷിൻ്റെ ഈ ഏറ്റവും പുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു പുസ്തകം പ്രകാശിതമായി കഴിഞ്ഞല്ലോ മാഷെ, കഥ ആളുകൾ കേട്ടു തുടങ്ങി. അപ്പം ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം, വായിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതിലെ കഥകൾ വായിക്കാൻ പറഞ്ഞു കൊടുക്കണം, കഥകൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ കേട്ട് വളരട്ടെ, അവരിലും ചിന്തകൾ ഉണ്ടാവട്ടെ, അവരിലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അവരും ഓരോരോ പടിപടിയായി മുന്നിലേക്ക് കടന്നു വരട്ടെ കഥകൾ കേട്ട് എന്നാണ് പറയാനുള്ളത്. ഇനി കഥയിൽ ചോദ്യമുണ്ട് എന്ന ഒരു പരിപാടിയാണ്. ഈ കഥകളിപ്പോൾ 3 പറഞ്ഞുള്ളൂ. പിന്നെ പറഞ്ഞു കരയിപ്പിക്കുന്ന ഒരു കഥയുണ്ടെന്ന്. അങ്ങനെ ശ്രീശുഖൻ്റെ ഒരുപാട് കഥകൾ കേട്ട ശേഷം ഉള്ള ഒരു ദിവസത്തിൽ അമല വൈശാഖിനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം? ആ ട്രാൻസ്ഫോർമേഷൻ അമല വൈശാഖനോട് എന്തു പറഞ്ഞു എന്നത് ഈ കഥയിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചത് ഈ മാറ്റങ്ങളെല്ലാം എങ്ങനെ ഈ സിദ്ധാർത്ഥനിൽ പ്രവർത്തിച്ചു എന്നതാണ്. അപ്പോൾ അയാൾ ഒരു കഥ എഴുതുന്നുണ്ട് അവസാനം. ആ കഥയിലാണ് അത് പ്രതിഫലിച്ച് കാണുന്നത്. അങ്ങനെ അയാൾ എഴുതിയിട്ടുള്ള കഥ, ക്രിസ്തുവിൻ്റെ പല കഥകളുണ്ടല്ലോ, അതിൽ ഒരു കഥ എന്ന് പറഞ്ഞാൽ 10 നാണയങ്ങളിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ 9നെയും അവഗണിച്ച് ആ 1ൻ്റെ പുറകെ പോയി. 100 ആടുകളിൽ 1 ആട് നഷ്ടപ്പെട്ടപ്പോൾ ആ 1 ആടിൻ്റെ പുറകെ പോയി. അപ്പോൾ ഈ 99 ആടുകളും അനാഥരായി തീർന്നില്ലേ? ഈ 9 നാണയങ്ങളും തുച്ഛങ്ങളായി തീർന്നില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ പിലാത്തോസിനോട് ആ 99 ആടുകളും ഇയാളെ കൊല്ലണം എന്ന് പറഞ്ഞത്, ക്രൂശിച്ചത് എന്ന്. ഇങ്ങനെ ഒരു കഥയാണ് അടുത്ത. അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവും. അവർ ഈ രാത്രിയിലെ രഹസ്യം ഈ പറച്ചിലുണ്ടല്ലോ, അങ്ങനെയുള്ള അവർ തമ്മിലുള്ള ചെറിയ കോൺവെർസേഷനുകൾ ഇതിലുണ്ട്. ഈ മുന്നേ ഉണ്ട് ഒരു കഥയും കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ സിദ്ധാർത്ഥൻ ഒന്നും കഴിക്കില്ല. അപ്പം ഇവനൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും കരുതുന്നത് അവന് വേണ്ടാത്തത് എന്തോ ഒന്നാണ് ഞങ്ങൾ വിളമ്പുന്നത് എന്നാണ്. അതിൻ്റെ ഒരു ആലോചന നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു അവന് വേണ്ടാത്തത് അവനെ തിന്നാൻ നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാ. ഇടയ്ക്കെപ്പോഴോ ഈ പിന്നെ വൈശാഖൻ്റെ ഒരു സുഹൃത്ത് പറയുന്നൊരു കഥ, അദ്ദേഹം ആ കഥ കേട്ട്, മൊസാട്ടിൻ്റെ കഥയാണ്, വായിക്കുന്ന മൊസാട്ടിൻ്റെ കഥയെക്കുറിച്ച് ഈ ഭാര്യയോട് പറയുന്നത് സിദ്ധാർത്ഥൻ കേൾക്കുന്നുണ്ട്. ഭാര്യയോടാ പറയുന്നത്, അമലയോട് പറയാം. ഇപ്പം സിദ്ധാർത്ഥൻ ഇത് കേട്ടിട്ട് എപ്പോഴോ അവൻ ആ കഥ ഇഷ്ടപ്പെട്ടു. അന്ന് അമല തിരിച്ചറിയുന്ന അവൻ 3 ഇഡ്ഡലി കഴിച്ചു. അവനന്ന് 3 ഇഡ്ഡലി കഴിക്കുന്നല്ലേ പക്ഷേ. അന്നാണ് അവർ തിരിച്ചറിയുന്നത് ഇവന് ചിലപ്പോൾ കഥകൾ സിദ്ധാർത്ഥൻ്റെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാം. ഈ മൊസാർട്ടിനോട് പറയുന്ന കഥ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ചെറിയ കഥയാണ്. അപ്പോൾ ഒരു സംഗീത പഠിക്കുന്ന കുട്ടി പിന്നെ എനിക്ക് വലിയ ഒരു സംഗീതം ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങ് വളരെ ചെറുപ്പത്തിൽ പിന്നെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം പറഞ്ഞു ഇയാൾ, അന്ന് എനിക്ക് ഗുരുനാഥന്മാരാരും ഇല്ലായിരുന്നു, എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സിംഫണി അത്ര ചെറുതാകുമ്പോൾ ചെയ്തത്. അങ്ങനെ വലിയ സിംഫണി ഉണ്ടാക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് കുട്ടികളിലൂടെ ഈ നോവൽ പറയാൻ ശ്രമിച്ചത്. മാഷുടെ എഴുത്ത് കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് മാഷ്. ഈ ഫിക്ഷനിലേക്കുള്ള ഈ വളർച്ച, അല്ലെങ്കിൽ കവിതയിൽ നിന്ന് ഫിക്ഷനിലേക്കുള്ള വളർച്ച
അതുപോലെ തന്നെ ഇത്രമാത്രം എന്ന ആ ഒരു നോവലിൽ നിന്ന് എന്താ കഥ എന്ന ഇവിടേക്ക് വരുമ്പോൾ ദാർശനികമായിട്ട് മാഷ് എന്താണ് ഞങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ മാഷിൻ്റെ എല്ലാ എഴുത്തുകളെയും കവിതകളേക്കാൾ ഉപരി മാഷ് അന്ന് കുറിപ്പുകൾ എഴുതുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്, മാഷ് എപ്പോഴെങ്കിലും ഒന്ന് നോവൽ എഴുതിയിരുന്നെങ്കിൽ ഇങ്ങനെ കൊതിച്ച് കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള 3 നോവലുകൾ തന്നതിന് വളരെ നന്ദി അറിയിക്കുന്നു സാർ. അതിന് മറുപടി ഞാൻ മാഷ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ മാഷ പുസ്തകത്തിൽ ഏറ്റവും പിശുക്കി വായിച്ചൊരു പുസ്തകമാണത്. ഞാൻ മാഷോട് പറഞ്ഞത് എനിക്ക് നാളെ ജീവിക്കേണ്ടതെന്നാണ്. കാരണം ഇത്ര എൻലൈറ്റൻമെന്റ് ആയിട്ടുള്ള ഒരു പുസ്തകം ഞാനപ്പോ ഇത് വളരെ പിശുക്കിയാണ് വായിച്ചത്. മാഷോട് ഇത് പറയണല്ലോ, 4 ദിവസം എടുത്തു ഞാനിത് വായിച്ചു തീർക്കാൻ. കാരണം 5-ാമത്തെ ദിവസം എനിക്ക് ജീവിക്കേണ്ടതെന്നുള്ള ഭയമായിരുന്നു 4-ാമത്തെ ദിവസം. പിന്നെ 2-ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാഷോട് എപ്പോഴും പറയാറുണ്ട്, മാഷ് പെണ്ണായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വിവാഹം കഴിച്ചാലും പറയാറുണ്ട്. ഇനി ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് വരാം. ഈ ഐ ഫീൽ നത്തിങ് എന്ന് പറയുന്ന ഈ നാപ്പാം ഗേളിനെ കുറിച്ചൊക്കെ അപ്പൊ മാഷ് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ശരീരവേദനയല്ലാതെ ഒരു വേദനയും അനുഭവിക്കാത്തൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പം അതിലെനിക്ക് വലിയ ആശങ്കയും തോന്നാറുണ്ട്. മാഷി നിർവികാര്യതയെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ആശ്വാസം എന്നുള്ള കവിതയിലെ അവസാനത്തെ വരി അതാണ്, ശരീരവേദന കൊണ്ടല്ലാതെ ഇനി ഒരാളും കരയുകയില്ല. മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ ആനന്ദിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്, ഇല്ലാത്ത മുറിഞ്ഞുപോയ കയ്യെക്കുറിച്ചിട്ടുള്ള ഒരു കഥ. ഈ ഫാൻഡം ലിംബ് എന്ന് പറയുന്നത്, കൈ മുറിഞ്ഞു പോയാലും അതിൽ നിന്ന് വേദന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിനെന്തെങ്കിലും പറ്റിയാലും കഠിനമായ വേദനയായിരിക്കും ഈ ഇല്ലാത്ത കയ്യിൽ നിന്ന്. അങ്ങനെ ഇല്ലാത്ത ശരീരത്തിൽ നിന്ന് വേദന അനുഭവിക്കാൻ സാധിക്കുന്നതിനാണ് കരുണ എന്ന് പറയുക. അങ്ങനെ എൻ്റെ ഇല്ലാത്ത ശരീരങ്ങളാണ് മറ്റെല്ലാവരുടെ ശരീരങ്ങളും എന്നാണ്. കൽപ്പറ്റ മാഷിനോട് ചോദിക്കാനുള്ളത്, എഴുതുന്ന കാര്യങ്ങളെല്ലാം ഒരു തലതിരിഞ്ഞ രീതിയിലാണ് സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും കാണുന്നത്. എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങൾ എന്നൊരു പുസ്തകത്തിന് ടൈറ്റിലുണ്ട്. കറുത്ത പാൽ കറുക്കില്ല എന്ന് നമുക്കറിയാം, പക്ഷെ കറുത്ത പാൽ ഇതുപോലെ വരാനുള്ള കാര്യം എന്താണ്? എല്ലാത്തിലും ഒരു തിരിച്ചിട്ട് പറയുക, കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു, ഇതിലും അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അതെ, ഇരുളിന് വേണ്ടി കൊളുത്തി വെച്ച ഒരു കറുത്ത മെഴുകുതിരി പകരാൻ വേണ്ടി. ഒരുപക്ഷെ അപൂർവത ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം, അല്ലാതെ എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളാണ് വാസ്തവത്തിൽ. യുണീക്നെസ് ഈസ് മോർ നാച്ചുറൽ. പൊതുവേ ഉള്ളത് സത്യമല്ല, നമ്മളത് കാണാൻ ശേഷിയില്ലാത്തവരായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ യുണീക്കാണ് ജീവിതം, ഒക്കെ അപൂർവമാണ് എല്ലാം. അത് കാണുന്ന കണ്ണ് എപ്പോഴും എനിക്കുണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല, ചിലപ്പോൾ കിട്ടും. അതാണ് എഴുതി വെക്കുന്നത്. ഇതിനകത്ത് കഥ പറയുന്ന ആളുടെ പേര് ശ്രീശുകൻ എന്നാണല്ലോ. അപ്പോൾ ശ്രീശുകൻ എന്നുള്ള പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം പരീക്ഷത്തിനോട് 7 ദിവസം കഥ പറഞ്ഞ ശ്രീശുക മഹർഷിയുടെ പേരാണോ? അതുകൊണ്ടാണോ ശ്രീശുകൻ എന്നുള്ള? തീർച്ചയായിട്ടും. പിന്നെ അതിലെ ഒരു ജനമേജയ രാജാവ് അവസാനത്തെ 7 ദിവസങ്ങൾ കഥ കേൾക്കാൻ ഉപയോഗിക്കണം. മരിക്കുകയാണ്, 7 ദിവസമേ ഉള്ളൂ, പക്ഷെ അത് കഥ കേൾക്കാൻ ഉപയോഗിക്കണം. അങ്ങനെ വൈശമ്പായനെ കൊണ്ടുവരുന്നു, അങ്ങനെ പറയുന്നു. ശ്രീശുകൻ എഴുതിയിട്ടുള്ളത് ഭാഗവതമാണ്, വേദവ്യാസൻ എഴുതിയിട്ടുള്ളത് ഭാരതവും ആണ്. അപ്പോൾ കൂടുതൽ ജ്ഞാനമുള്ളത് ഒരു പക്ഷേ ഭാഗവതമാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെ ക്ഷണിക്കാൻ ഞാൻ ആളല്ല. ഇതിനകത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം, മനുഷ്യന്റെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയാണ് ദൈവം എന്നുള്ളത്. ആ ഒരു വാചകമാണ്. അതുപോലെ തന്നെ മുലപ്പാലിനെ കുറിച്ചും മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയുടെ പരമാവധിയാണ് ദൈവം.
ഏതെല്ലാം വിധത്തിലാ വാഴ്ത്തപ്പെടുന്നത് അല്ലേ? നമ്മൾ സൃഷ്ടിച്ചതാണ്. അതും 10,000-4,000 കൊല്ലായിട്ടേ ഉള്ളൂ. ലക്ഷക്കണക്കിന് വർഷം ജീവിച്ചവരാ മനുഷ്യൻ. അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഈ ജീവിതത്തിന് ഒരു ഡിസൈൻ ഉണ്ടാകണം എന്ന തോന്നലിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചതാണ്. അതിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്ന ആകാശത്തെ പറ്റി കഥ പറയുമ്പോൾ പ്രിയരാജ് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്താണ് ഈ ആർത്തിയുള്ള പെണ്ണ്, എല്ലാത്തിനും ഈ പെണ്ണിനെ പറയണോ എന്ന്. മാഷത് വ്യാഖ്യാനിക്കുമ്പോഴും അതൊരു ശരിയാന്നുള്ള മട്ടിലാണ് മാഷും പറയുന്നത്. അങ്ങനെയല്ല, ആദത്തെ ചതിച്ച ഹവ്വയും അങ്ങനെയാണ്. മാഷ് അത് പറയാൻ പാടില്ലല്ലോ. എവിടെ എഴുതിയ ആള് അയ്യോ തെറ്റി നിങ്ങൾക്ക് തെറ്റി. ഇങ്ങനെയാണ് മനുഷ്യ സംസ്കാരത്തിൽ ഇക്കാലം വരെ സ്ത്രീയെ പുരുഷൻ അടിമപ്പെടുത്തി വെച്ചത്. അതിന്റെ കഥയാണ് ഇത് എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് മാഷ് പറഞ്ഞില്ല. പറഞ്ഞു സൂചിപ്പിച്ചിരിക്കുന്നു. പുസ്തകത്തിൽ വളരെ വിശദമായിട്ടാണ്. മാഷാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു സായനായിരുന്നു. വളരെ സന്തോഷകരമായിട്ട് പ്രിയൻ്റെ കഥകളൊക്കെ കേട്ട് ഞാൻ എൻ്റെ ബാല്യത്തിലേക്കും അങ്ങനെ അങ്ങോട്ട് പോയി. ഞാൻ ശരിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കഥ കേട്ടിരുന്നിരുന്ന എൻ്റെ വള്ളിമാമയുടെ ഓർമ്മയിലേക്കൊക്കെ പോയി. അപ്പോൾ രസകരമായിട്ട് തന്നെ നമുക്ക് ആ കഥകളൊക്കെ കേൾക്കാൻ പറ്റി. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ അവസാനത്തെ ശൂരകനെ മാത്രം ഇദ്ദേഹം പുറത്തേക്ക് വിടുന്ന, ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട്? ബാക്കി എല്ലാവരെയും ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്നെ രക്ഷിക്കണം, ഞാൻ ഒന്നും ചെയ്യില്ല എന്നൊക്കെ. അതിൽ പറയുന്ന കാരണം അന്യദേശങ്ങളിൽ നിന്നാണ് ഇയാൾ ഈ ക്ഷുരകനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ആ ക്ഷുരകന് പിന്നെ എന്ത് പറ്റി എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. അങ്ങനെ സൂക്ഷ്മമായിട്ടാണ് ചെയ്തത്. കുറച്ചു നേരമായിട്ട് അതിങ്ങനെ ഉണ്ട്. കാരണം ഇയാളെ കഥ അവസാനിപ്പിക്കാൻ